വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ ഇന്നും വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ ഇഡി. ഗോകുലം ഗോപാലിന്റെ മൊഴി പരിശോധിച്ച ശേഷമാകും മറ്റ് നടപടികളിലേക്ക് ഇഡി കടക്കുക. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 5 ഇടങ്ങളിലാണ് ഇഡി ഇന്നലെ പരിശോധന നടത്തിയത്. വിവരങ്ങളുമായി MS അനീഷ് കുമാറും ആജ്ഞ രവീന്ദ്രനും ചേർന്നു. ആദ്യം അനീഷിലേക്ക്. അനീഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ കോഴിക്കോട് വെച്ച് പ്രാഥമികമായ വിവരങ്ങൾ തേടിയ ശേഷമാണ് രാത്രി ഗോകുലം ഗോപാലൻ ചെന്നൈയിലെത്തിയത്. ഇതിപ്പോൾ ഏത് വിഷയത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്? പല വാർത്തകൾ വരുന്നുണ്ട്. പഴയൊരു കേസിലാണെന്ന് പറയുന്നു. ഇതിനു മുൻപ് അദ്ദേഹം വിതരണം ചെയ്ത ഒരു ഹിറ്റ് സിനിമയുമായി ബന്ധപ്പെട്ടാണ് എന്ന വാർത്തകളുണ്ട്. ഇതിനൊക്കെ പുറമെ ഒരു എംപുരാൻ എഫക്റ്റ് ആണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. എന്തായാലും ഗോകുലം ഗോപാലിനെ പോലൊരു കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായിയുടെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുമ്പോൾ അതിന് വാർത്താ പ്രാധാന്യം കൂടുതലാണല്ലോ. ശ്രീജ, ഇപ്പോഴും കൃത്യമായ ഒരു വിവരം അല്ലെങ്കിൽ എന്ത് കേസിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതിലേക്ക് കൃത്യമായി ഇഡി വിരൽ ചൂണ്ടുന്നില്ല. 3 തരത്തിലുള്ള പ്രചാരണങ്ങൾ അല്ലെങ്കിൽ 3 തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഒന്ന്, 2023 FMAയുമായി ബന്ധപ്പെട്ട്, അതായത് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചതുമായി ബന്ധപ്പെട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ കേസിൽ ഗോകുലം ഗോപാലിനെ കൊച്ചിയിലെ ഇഡി ആസ്ഥാനത്തേക്ക് എത്തി ചോദ്യം ചെയ്യലുകൾ അടക്കം നടത്തിയിരുന്നു. അതിൻ്റെ ഒരു തുടർ ചർച്ച എന്ന രീതിയിൽ ആയിരുന്നു ആദ്യം ഈ ഇഡി വൃത്തങ്ങളിൽ നിന്നും വിവരങ്ങൾ വന്നത്. പക്ഷേ പിന്നീട് ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ഒരു പരിശോധനയാണ്. അതായത് എമ്പുരാൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ ഉറവിടം വെളിപ്പെടുത്താത്ത ഒരു ഇടത്തു നിന്നും വലിയ തോതിലുള്ള പണം ഈ ഗോകുലം ഗ്രൂപ്പിലേക്ക് എത്തുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിക്കുന്നു എന്നടക്കമുള്ള ഇതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അതുകൊണ്ട് എമ്പുരാനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ അന്വേഷണം എന്ന ഒരു വിവരം പുറത്തു വന്നിരുന്നു. മറ്റൊരു സിനിമയുമായി ബന്ധപ്പെട്ട കളക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നം, അതിൻ്റെ പണത്തിൻ്റെ ഉറവിടം തുടങ്ങിയ അങ്ങനെ ചില കാര്യങ്ങളാണ് ഈ പരിശോധനയുടെ കീഴിൽ വന്നതെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ 3 തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇനിയും ഈ 3ഉം സംയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണമാണോ എന്നതിനെക്കുറിച്ചും ഒരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും എമ്പുരാൻ എഫക്റ്റ് ആണ് ഈ പരിശോധനകൾക്കും ചോദ്യം ചെയ്യലുകൾക്കും പിന്നിലെന്ന വിമർശനമാണ് വലിയ തോതിൽ ഈ പ്രതിപക്ഷ പാർട്ടികളടക്കം ഈ പ്രതിപക്ഷ നേതാവൊക്കെ അടക്കം ഇന്നലെ പരസ്യമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എമ്പുരാനിൽ പറഞ്ഞ കാര്യങ്ങൾ അത് കേന്ദ്ര സർക്കാരിനെ ആലോചനപ്പെടുത്തുന്നു. ആ സിനിമയിൽ തന്നെ ഉണ്ട് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളുടെ ഒരു തത്സമയ ഇടപെടൽ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അത് അന്വർത്ഥമായി തന്നെ വന്നിരിക്കുന്നു എന്ന രീതിയിലുള്ള വിലയിരുത്തലാണുള്ളത്. എന്തായാലും ഇന്നലെ കൊച്ചിയിലെയും ചെന്നൈയിലെയും ഒപ്പം കോഴിക്കോട്ടെയും ഓഫീസുകളിലൊക്കെയായി മണിക്കൂറുകളോളം ഇന്നലെ ഇഡി സംഘം റെയ്ഡ് നടത്തിയിരുന്നു. കോഴിക്കോട്ട് റെയ്ഡ് നടക്കുന്ന ഹോട്ടലിൽ തന്നെ, അവരുടെ കോർപ്പറേറ്റ് ഓഫീസിൽ തന്നെ ഗോകുലം ഗോപാലുണ്ടായിരുന്നു. അവിടെ വെച്ച് പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടന്നു. അതിനുശേഷമാണ് എത്രയും പെട്ടെന്ന് ചെന്നൈയിൽ എത്തണമെന്ന നിർദ്ദേശം അദ്ദേഹത്തിന് ഇഡി സംഘം നൽകിയത്. തൊട്ടു പിന്നാലെ അദ്ദേഹം ഉടമസ്ഥനായ ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ആ യോഗത്തിന് അവസാനം അല്ലെങ്കിൽ യോഗം പൂർത്തിയാക്കാൻ പോലും നിൽക്കാതെ അദ്ദേഹം ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു. ചെന്നൈയിലെത്തിയ ശേഷം പിന്നീട് അദ്ദേഹത്തെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് രാത്രിയാണ് ആ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചത്. ആ മൊഴികൾ ഇപ്പോൾ ഇഡി സംഘം പരിശോധിച്ച് വരികയാണ്. ഇതിനുശേഷം വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു വരുത്തും എന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് ചെന്നൈ ഓഫീസിലെ ചോദ്യം ചെയ്യൽ 10 മണിക്കൂറിലധികം നീണ്ട ഒരു പരിശോധനയായിരുന്നു. ആ പരിശോധനയ്ക്കൊടുവിലാണ് അദ്ദേഹത്തെ ചെന്നൈയിലെത്തിച്ച് ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും ആ മൊഴികൾ പരിശോധിക്കുകയും ലഭിച്ച രേഖകൾ അപഗ്രഥനം ചെയ്യുകയും ചെയ്യും. അതിനുശേഷം വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതീവ ഗുരുതരമായ ഒരു ഇടപെടലിലേക്ക് ഇക്കാര്യത്തിൽ ഇഡി പോകുന്നു എന്ന് തന്നെയാണ് നിലവിൽ നടന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാവുന്നത്. ശ്രീജ, ശരി, അനീഷാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ രവീന്ദ്രൻ കൂടി കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഗുഡ് മോർണിംഗ്. ഇന്നലെ അതൊരു വിരട്ടാണ് എന്ന രീതിയിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറിപ്പുകളൊക്കെ കണ്ടിരുന്നു. പക്ഷെ അതിനും അപ്പുറത്ത് ഗൗരവമായ ഒരു പരിശോധന തന്നെ ഇഡി നടത്തുന്നുണ്ട്. അത് എന്തിനാണെന്ന വിവരം പോലും അവർ പുറത്തു വിട്ടിട്ടില്ല എന്നതാണ് അതിൽ ശ്രദ്ധേയം. കൊച്ചിയിൽ ഇന്നും പരിശോധനയുണ്ടോ? എന്ത് വിവരങ്ങളാണ് നമുക്ക് കൊച്ചിയിൽ നിന്ന് ലഭിക്കുന്നത്? ശ്രീജ, ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കൊച്ചിയിലെ പരിശോധന പൂർത്തിയാക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഗോകുലം ഗോപാലിനെ ചെന്നൈയിലെ ഓഫീസിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ്. ഇന്നും ചോദ്യം ചെയ്യൽ തുടരുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. ഇന്നലെ 10 മണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് പരിശോധനകൾ അവസാനിച്ചത്. ഇന്നലെ രാത്രിയോളം
നീണ്ടിരുന്നു. ഇവിടുന്ന് കോഴിക്കോട് നിന്നാണ് ഗോകുലം ഗോപാലിനെ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിയത്. അതിനുശേഷം 10 മണിക്കൂറിന് ശേഷമാണ്, അതായത് രാത്രിയോളം നീണ്ട ശേഷമാണ് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരുന്നത്. സമീപകാലത്ത് ഇറങ്ങിയ സിനിമയുമായി ബന്ധമില്ല എന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ല ഈ പരിശോധന എന്നാണ് ED വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം ശ്രീജ സൂചിപ്പിച്ചതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ വിരട്ടാണ്, അതല്ലെങ്കിൽ സിനിമയിൽ NIA പോലുള്ള പ്രതീകങ്ങൾ ഉപയോഗിച്ചത് ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ സൂചിപ്പിക്കാൻ തന്നെയായിരുന്നു. അതുതന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്. അതേസമയം ഫെമ നിയമം ലംഘിച്ചു എന്ന് കാണിച്ച് 1000 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് ഗോകുലം ഗോപാലൻ നടത്തിയിരിക്കുന്നത്. അതിൽ വ്യക്തത വരാനുണ്ട് എന്ന് ED വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിലാണ്, അതായത് ഫെമ നിയമം ലംഘിച്ചു എന്ന് കാണിച്ച് തന്നെയാണ് ഗോകുലം ഗോപാലിന്റെ ബിസിനസ് കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം തന്നെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള, അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിലുള്ള ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ED സംഘം പരിശോധനയ്ക്ക് എത്തുകയും ഗോകുലം ഗോപാലിനെ അടിയന്തരമായി ചെന്നൈയിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായതുകൊണ്ടാണ് അടിയന്തരമായി ഗോകുലം ഗോപാലിനെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചത് എന്നുള്ള ഒരു സാഹചര്യം കൂടിയാണ് ചർച്ചയാകുന്നത്. മാത്രമല്ല, ഗോകുലം ഗോപാലൻ തമിഴിലെ വമ്പൻ നിർമ്മാണ കമ്പനിയായ ലൈക്ക മീഡിയ പിന്മാറിയതിനു ശേഷമാണ് ഗോകുലം ഗോപാലൻ എമ്പുരാന്റെ ഭാഗമായതും, അല്ലെങ്കിൽ മലയാളത്തിലെ പ്രശസ്തരായ അല്ലെങ്കിൽ താരങ്ങൾ ഉൾപ്പെടുന്ന സിനിമ അത് റിലീസ് ആകാതെ പോകത്തില്ല, അല്ലെങ്കിൽ അതിന് പ്രതിസന്ധി ഉണ്ടാക്കരുത് എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടിയാണ്. അങ്ങനെയായിരുന്നു ഗോകുലം ഗോപാലൻ ആ സമയത്ത് പ്രതികരിച്ചത്. അതുകൊണ്ടാണ് സിനിമയുടെ നിർമ്മാണ ഇതിലേക്ക് വന്നത്, അല്ലെങ്കിൽ സഹനിർമ്മാതാവ് എന്നുള്ള നിലയിലേക്ക് വന്നത് എന്നാണ് പ്രതികരിച്ചിരുന്നത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ എമ്പുരാൻ സിനിമയുമായുള്ള വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ടു തുടർന്നുണ്ടായ വാദങ്ങളും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഗോകുലം ഗോപാലിനെ, അല്ലെങ്കിൽ ഗോകുലത്തിന്റെ എല്ലാ ബിസിനസ് സാഹചര്യങ്ങളെയും സ്ഥാപനങ്ങളെയും റെയ്ഡിൽ ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത്. ശ്രീജ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. എന്തായാലും ഗോകുലം ഗോപാലിന് എതിരായ EDയുടെ പരിശോധന ഇന്നലെ രാത്രി ഗോകുലം ഗോപാലിന്റെ സ്ഥാപനങ്ങളിൽ നടന്നു. അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ 10 മണിക്കൂറിലേറെയാണ് നീണ്ടത്. ഇന്നും തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ മൊഴി വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് പോകുന്നത്.